ഹലോ ഗൈസ്, നമുക്കൊരു പഴം കൊണ്ടൊരു പിസ്സ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 തക്കാളി, അരമുറി കാബേജ്, ഒരു സവാള, ഒരു ക്യാരറ്റ്. ഇതിന് നമുക്ക് കുനുകുന അരിഞ്ഞെടുക്കാം. ഇതുപോലെ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായി 2 പഴവും 3 ഏലക്കയും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. നന്നായി ഇതേപോലെ അടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കുറച്ച് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി 100 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഗൈസ്. 1 സ്പൂൺ ബേക്കിംഗ് സോഡ, 50 ഗ്രാം കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഇത് 3ഉം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലൊരു പാൻ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ആദ്യമായി മൈദയും മുട്ടയും മിക്സ് ചെയ്ത ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി പാലും പഴവും ചേർത്ത ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ച വെജിറ്റബിൾ എടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റായി, തുറന്നു നോക്കാം. പാനിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല വെന്തിട്ട് കൊണ്ട് നമുക്ക് ഇനി മുറിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത് കഴിക്കാൻ പോവുകയാണ്. ശരിയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ എല്ലാം ചെയ്യുക. അപ്പോൾ ബൈ ബൈ.